ഹലോ മക്കളെ, 9ാം ക്ലാസ്സിന്റെ കേസിലെ എളുപ്പത്തിലുള്ള ഒരു ചാപ്റ്ററാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ എന്താണ് പ്രകാശത്തിന്റെ അപവർത്തനം. നമ്മൾ ഇത്രയും കാലം കേട്ടതും കണ്ടതുമായിട്ടുള്ള പല കാര്യങ്ങൾ എന്തുണ്ട്, ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ലൈറ്റിന് എന്താണ് അപവർത്തനം ഉണ്ട്. നമുക്ക് എന്തുകൊണ്ടാണ് ഈ എന്താണ് എക്സാമിന് വരുമ്പോൾ ലൈക്ക് എളുപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോബ്ലംസിന്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ലേ, എളുപ്പമായിട്ടുള്ള തിയറി എന്നൊന്നും പറയണ്ട, നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന കാര്യങ്ങൾ പോലും നമുക്ക് എക്സാം പേപ്പറിലേക്ക് കൺവേ ചെയ്യാൻ പറ്റാത്തത് എന്താ, അല്ലെങ്കിൽ എഴുതാൻ പറ്റാത്തത് എന്താ, നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾ പഠിക്കുന്നതും അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്നതുമായ രീതികൾ നമ്മൾ ഒരിക്കലും എന്താണ് നമ്മൾ ഈ റിയൽ ലൈഫിൽ ഇന്ന സാധനം കാണുന്നുണ്ട്, ഈ ഒരു വസ്തു കാണുന്നുണ്ട്, അതെന്താണ് ഈ ഒരു പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു എന്താണ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണെന്നുള്ളതൊന്നും നമുക്ക് പറഞ്ഞു തരില്ല. അങ്ങനെ പറഞ്ഞു തരലുണ്ടാവും ചിലവര്. അങ്ങനെ തരുന്ന ടീച്ചർമാരെ ക്ലാസ്സിൽ എന്താണ് വളരെ അടിപൊളിയാണ്, ആ കുട്ടികൾ എന്താണ് വളരെ എന്താണ് ബ്രൈറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയി നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 40-45 ആൾക്കാർ വരുന്ന ഒരു ക്ലാസ് റൂമിൽ എല്ലാവർക്കും ഈ ഒരു ഐഡിയ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് എന്താക്കണം, നമ്മൾ അത് പഠിക്കണം. ഓക്കെ, അങ്ങനെ ഒരു എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. നമ്മൾ എന്താണ് വെളിച്ചം കണ്ണാടിയിൽ തട്ടിയിട്ട് നമ്മളെ നേരെ വന്ന് അല്ലെങ്കിൽ നമ്മളെ കണ്ണിൽ വീഴുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുക, നമുക്ക് ആ കണ്ണാടിയുള്ള പ്രതിബിംബം അല്ലെങ്കിൽ നമ്മളെ തന്നെ കാണാൻ പറ്റും. നമ്മൾ എങ്ങനെയാണ് കാണാനുള്ളത്, നമ്മൾ അടിപൊളിയാണോ, നമ്മൾ എന്താണ് എന്തൊക്കെ മാറ്റം വരുത്തണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുമ്പോഴാണ് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കണ്ണാടിയിൽ വെളിച്ചം നമ്മൾ കണ്ടെത്തുമ്പോൾ ഈ വെളിച്ചം തട്ടി വരുന്ന പരിപാടിക്ക് എന്താ പറയുക, ഇത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. അതായത് വെളിച്ചത്തിന് എന്താണ് റിഫ്ലക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ വെളിച്ചം റിഫ്ലക്ട് ചെയ്യാണ്. അപ്പൊ റിഫ്രാക്ഷൻ എന്താണ്, അത് നമുക്ക് ഈ പാഠം വഴിയേ പോകുമ്പോൾ കറക്റ്റായിട്ട് പഠിക്കാം. അതായത് റിഫ്ലക്ഷൻ എന്താണ്, ഈ പ്രിസത്തിൽ അല്ലെങ്കിൽ ഈ പ്രിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഗ്ലാസ് ബോക്സിൽ അല്ലെങ്കിൽ ഗ്ലാസ് പിരമിഡിലൂടെ എങ്ങനെയാണ് ഈ വെളിച്ചം കടന്നു പോകുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും പഠിക്കാനുള്ളതാണ്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്തു നോക്കാം കേട്ടോ. എല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്തു നോക്കിയിട്ട് എന്താ, അങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഈ പടം ഒന്നുമില്ല. പിന്നെ 1-2 പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. ആ പ്രോബ്ലംസിലും സിമ്പിൾ ആയിട്ടുള്ള ട്രിക്സും കോഡ്സും ഒക്കെ ഉള്ളതിനെ കൊണ്ട് എന്താണ് സുഖമായിട്ട് മാർക്സ് പറയാം. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഓക്കെ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, അതായത് പ്രകാശത്തിന്റെ അപവർത്തനം. ഓക്കെ, നമ്മൾ ആദ്യം പാടൊക്കെ പോട്ടെ, എല്ലാം വിട്ടോ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യം നമുക്കൊരു ഗ്ലാസ് കൺസിഡർ ചെയ്യാം. ഗ്ലാസ് കൺസിഡർ ചെയ്തല്ലേ, അതിൽ നമ്മൾ വെള്ളം നിറച്ചു എന്ത് ചെയ്തു, നമ്മളൊരു സ്ട്രോ ഇട്ടു. ഈ സ്ട്രോന്റെ ഇവിടെ എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും മാറ്റം മനസ്സിലാവുന്നുണ്ടോ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും യെസ്, ഇവിടെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഈ സ്ട്രോ ഇവിടെ വെച്ച് മുറിഞ്ഞ പോലെ തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ കട്ടായി പോയ പോലെ തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ സ്ട്രോന് ഒരു വളവ് തോന്നുന്നുണ്ടോ? അതെന്താ, എന്തുകൊണ്ടാണത്? ആക്ച്വലി അതിങ്ങനെയല്ലേ ചിത്രത്തിൽ ശരിക്കും എങ്ങനെയുള്ളത്, ഇവിടെ വരെ വെള്ളം ഉണ്ടെങ്കിൽ സ്ട്രോ ഇവിടെ വരെ വരുമ്പോൾ നേരെയാണ്. ആ നേരെ പോകേണ്ട സ്ട്രോ എന്ത് ചെയ്യുന്നു, ഒരു ഒടിവ് സംഭവിച്ച് ചരിഞ്ഞു പോകുന്നു. അങ്ങനെയല്ല ചിത്രത്തിൽ കാണുന്നത്. അതെ, അങ്ങനെ ചിത്രത്തിൽ കാണുന്നത് ശരിക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാ, ഇത് എല്ലാവർക്കും ചെയ്തു നോക്കാലോ. ഇതെന്തുകൊണ്ടാ, ഇത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അല്ല, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ എന്താണ് പ്രകാശത്തിന്റെ അപവർത്തനം കാരണം, അല്ലെങ്കിൽ എന്താണ് വെളിച്ചത്തിന്റെ ഒരു പ്രോപ്പർട്ടി കാരണം സംഭവിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ എപ്പോഴും ഒരു വസ്തുവിനെ നമ്മൾ കാണുക, നമ്മളൊരു വസ്തുവിനെ കാണണമെങ്കിൽ ആ വസ്തുവിൽ നിന്ന് വരുന്ന വെളിച്ചം എന്താണ്, എവിടെയെങ്കിലും തട്ടി നമ്മളെ കണ്ണിൽ തിരിച്ചെത്തുമ്പോൾ മാത്രം നമുക്ക് കാണാൻ പറ്റും. When the light falling on an object get reflected and falls on our eyes, you can see an object. ഓക്കെ, നമ്മളൊരു വസ്തുവിനെ കാണണമെങ്കിൽ എന്താണ്, അതിന് വരുന്ന ഒരു വെളിച്ചം, ആ വസ്തുവിൽ നിന്ന് വരുന്ന വെളിച്ചം ഒരു സ്ഥലത്ത് തട്ടിയിട്ട് തിരിച്ച് നമ്മളെ കണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം. നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നുണ്ട്. ഇപ്പം ഞാൻ എന്താണ് ഈ പെന്നിനെ കാണുന്നത്, ഈ പെന്നെ ഞാൻ എങ്ങനെ കാണുന്നത്, ഈ പെന്നിൽ നിന്ന് വരുന്ന വെളിച്ചം എൻ്റെ കണ്ണിൽ തട്ടിയിട്ട് തിരിച്ച് എന്താണ് ആ രീതിയിൽ നോക്കുമ്പോൾ എന്താണ് പെന്നിൽ നിന്ന് ഒരു വെളിച്ചം വരുന്നു, അത് എൻ്റെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് എന്ത് വരുന്നത്, എനിക്ക് അത് കാണാൻ പറ്റുന്നത്. ഓക്കെ, ആ ഐഡിയ മനസ്സിലായിട്ടില്ലേ, എളുപ്പമല്ലേ? ഓക്കെ, ഇനി ഇതിന്റെ കേസിലേക്ക് വരാം. ഈ ഗ്ലാസിന്റെ കേസിൽ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി സംഭവിക്കുന്നുണ്ട്. ഈ ഗ്ലാസ്സിന് എന്താണ് എവിടെ എവിടെ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതിന്റെ ആ സ്ട്രോ മുറിയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്, എവിടെ വെച്ചിട്ടാണ്, ഈ വെള്ളം തുടങ്ങുന്ന സ്ഥലത്ത് വെച്ചിട്ടല്ലേ. അപ്പൊ ഇവിടെ മുകളിൽ ആരാണ്, എയർ ആയിരുന്നു. ഇവിടെ താഴത്തെ ആരാണ്, വാട്ടർ ആണ്. ഓക്കെ, അപ്പോൾ ഈ എയറിന്റെയും വാട്ടറിന്റെയും എന്താണ് ഒരു ബൗണ്ടറിയിൽ അല്ലെങ്കിൽ ആ സർഫസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഫീൽ ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ വഴിയേ പറയാം. ഓക്കെ, നമ്മൾ ആ ഗ്ലാസ് ഇട്ടു. നമ്മൾ എന്ത് ചെയ്തു, ഒരു അക്കൂറി എടുത്തു. അക്കൂറി അല്ലെങ്കിൽ ഒരു ഗ്ലാസിന്റെ ഒരു ബോക്സ് എടുത്തു. നമ്മൾ വെളിച്ചത്തിന് എന്ത് ചെയ്തു, അതിലേക്ക് ചരിച്ച് കടത്തി വിട്ടു. ആ വെള്ളത്തിന്റെ എന്താണ് സർഫസിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഉപരിതലത്തിൽ എത്തുമ്പോൾ എന്താണ് വെള്ളം തുടങ്ങുന്ന ഭാഗത്ത് എത്തുമ്പോൾ ആ ലൈറ്റ് ശരിക്കും പോകേണ്ടിയിരുന്നത്, നേരെ പോകേണ്ട ലൈറ്റ് എന്ത് ചെയ്തു, ചരിഞ്ഞു പോയി. ഓക്കെ, അപ്പൊ ഇത് എവിടെ നിന്നാണ് ഈ മാറ്റം സംഭവിക്കുന്നത്, ഈ
വെളിച്ചത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റിന്റെ ചരിവ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അത് ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന എവിടെ വെച്ചിട്ടാണ്? അത് സർഫേസ് ഓഫ് ദി വാട്ടർ അല്ലേ, അല്ലെങ്കിൽ രണ്ടാമത്തെ മാധ്യമം തുടങ്ങുന്ന സ്ഥലത്ത് വെച്ചിട്ടല്ലേ? ഓക്കെ, ഈ ഒരു ഐഡിയ മനസ്സിലായോ? ഒരു ലൈറ്റ് എന്താണ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ പാതയ്ക്ക് എന്താണ് വ്യതിയാനം സംഭവിക്കുക, അല്ലെ പാത ചരിഞ്ഞു പോകും. ഇത്ര ഒരു ചെറിയൊരു പ്രോപ്പർട്ടി അല്ലെ ചെറിയ കാര്യം പഠിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇവിടെ നോക്കിയാൽ നമ്മൾ വെളിച്ചം നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ. വെളിച്ചം വരുന്നത് എന്താണ്? നേരെ ചരിഞ്ഞു വരുന്നു. ആ ചരിഞ്ഞു വരുന്ന വെളിച്ചം എന്താണ്? നമ്മളെ കടലോ എന്ത് വേണം, കടലായിക്കോട്ടെ, കടലിന്റെ സർഫേസിൽ എത്തുമ്പോൾ എന്താണ് നേരെ പോകേണ്ടിയിരുന്ന വെളിച്ചം എന്താണ് ചരിഞ്ഞാണ് പോകുന്നത്. ഓക്കെ, ഈ ഒരു ഫിനോമിനൊക്കെയാണ് എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ആര് ചോദിച്ചാൽ എളുപ്പമായിട്ട് പറയാം. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് വെളിച്ചം കടക്കുമ്പോൾ അതെന്താണ് ഒന്നെങ്കിൽ ചരിഞ്ഞു പോകുമെന്ന് പറയാം. എങ്ങോട്ടാ ചരിഞ്ഞു പോകുന്നതൊക്കെ വഴിയെ പഠിക്കാം. ഇത്ര കാര്യം മാത്രം പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ ചരിഞ്ഞു പോകുന്നു. എല്ലാ കേസിലും ചരിഞ്ഞാണ് പോകുന്നത്. ഒന്ന് നോക്കിക്കാം, ഇവിടെ നോക്കിക്കാൻ എന്ത് മനസ്സിലാവും? നമ്മൾ നേരത്തെ ചെറുതായി ചരിഞ്ഞു പോകുന്നുണ്ടേ. ഓക്കെ, ഞാൻ നേരത്തെ വരച്ചതിൽ ഇതെങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ചരിഞ്ഞു പോയത്? ഒരു ചരിഞ്ഞ് കിടക്കുന്ന ഇത് സ്ട്രെയിറ്റ് ആയി പോകേണ്ടതിന് പകരം അതെന്ത് ചെയ്തു? ചരിഞ്ഞു പോയി അല്ലെ? ഇങ്ങനെയല്ല സംഭവിച്ചത്. ഈ നടുവിലുള്ള വരയ്ക്ക് നമ്മൾ എന്ത് പറയും? നോർമൽ, അല്ലെങ്കിൽ എന്താണ് ലംബം എന്ന് പറയും. ഈ ലംബം എന്താണ് സംഭവം? ലംബം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുത്തനെ വരയ്ക്കുന്നൊരു വര. ഇവിടെ ഇതിന്റെ ആംഗിൾ എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ എന്ത് മാത്രം സംഭവിക്കുന്നത്? ചരിഞ്ഞു വരുന്നൊരു വെളിച്ചം, അല്ലെങ്കിൽ ചരിഞ്ഞു വരുന്നൊരു പ്രകാശകിരണം, അല്ലെങ്കിൽ ലൈറ്റ് റേ, അല്ലെങ്കിൽ ഒരു പോയിന്റഡ് ലൈറ്റ് റേ ആണെങ്കിൽ എന്ത് ചെയ്യും? അത് എന്താണ് ഒന്നെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, രണ്ട് ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ലംബത്തിനടുത്തേക്ക് ചരിയും, അല്ലെങ്കിൽ എന്താ എടുക്കുക? ലംബത്തിനടുത്തേക്ക് ചരിഞ്ഞില്ലെങ്കിൽ എന്താ എടുക്കുക? അതന്നെ, ലംബത്തിനടുത്തേക്ക് ചരിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ പോവാ? ലംബത്തിൽ നിന്ന് അകലേക്ക് പോകും, അല്ലെങ്കിൽ നോർമലിന് അടുത്തേക്ക് പോകും, അല്ലെങ്കിൽ നോർമലിൽ നിന്ന് എന്താണ് ദൂരേക്ക് പോകും, അല്ലെങ്കിൽ വിട്ടുപോകും. അപ്പൊ ഈ രണ്ട് പ്രോപ്പർട്ടി അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻ മാത്രമാണ് നമുക്കുള്ളത്. ഓക്കെ, ഈ ചരിഞ്ഞു വരുന്ന റേസ് അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യും. എന്തൊക്കെയാണ്? 2-3 പ്രോപ്പർട്ടീസ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയും, അതേപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും, സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയും. അതായത് എന്താണ് വെളിച്ചത്തിന്റെ അല്ലെങ്കിൽ പ്രകാശകിരണങ്ങളുടെ വേഗത, അതേപോലെ എന്താണ് സാന്ദ്രത, എന്താണ് അതേപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇങ്ങനെ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്ന ആണ് ഈ കാര്യം നടക്കുന്നത്. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്, സാന്ദ്രത എന്താണ്, ഒക്കെ നമ്മൾ പഠിക്കും. അതാണ് ഞാൻ ഒന്നും ആ പേര് പോലും ഇവിടെ മെൻഷൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്. നമുക്ക് പഠിക്കുമ്പോൾ മെല്ലെ മനസ്സിലാക്കി പോയാൽ ഒരുപാട് സമയമുണ്ട്. എക്സാമിന് അടുപ്പിച്ച് അല്ലാതെ നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് ഓരോ പോയിന്റ്സ് മനസ്സിലാക്കി പോകാൻ കാര്യം നടക്കും. എക്സാമിന് അടുപ്പിച്ചാണെങ്കിൽ ഒന്നെങ്കിൽ ഫാസ്റ്റ് അടിച്ച് കാണേണ്ടി വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അല്ലെങ്കിൽ ഷോർട്ടായിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട്, അതായത് ഇപ്പോൾ 3 മണിക്കൂറിൻ്റെ ക്ലാസ് ഉള്ളത് വേണ്ട പോയിന്റ്സ് മാത്രം ഹാൻഡ് പിക്ക് ചെയ്ത് 1 മണിക്കൂറിൻ്റെ ചെറിയ ക്ലാസ് ആക്കിയിട്ട് ചെയ്യേണ്ടി വരും. അല്ലാതെ എക്സാമിന് അടുപ്പിച്ച് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നമുക്ക് പോസിബിൾ അല്ല. എക്സാമിന് 2 ദിവസം സമയം ഉണ്ടെങ്കിൽ അത് മതിട്ടോ. ശരിക്കും ഒരു അര ദിവസമൊക്കെ വെച്ചിട്ട് പഠിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ആടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയാം. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പൊ നമ്മളെ ഈ ലംബത്തിന് അല്ലെങ്കിൽ നോർമലിലൂടെ ആണ് നമ്മൾ വെളിച്ചം വരുന്ന വെച്ചാൽ അതിന്റെ പാത്തിന് എന്താണ് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. വെളിച്ചം നേരെ വന്നാൽ നേരെ പോകും. കണ്ടോ, ഇവിടെ കണ്ടോ, ഈ വെളിച്ചം നേരെ വരുന്നു, അതെന്ത് ചെയ്യുന്നു? നേരെ തന്നെ പോകുന്നു. അതിന്റെ പാതയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ പാത്തിന് എന്താണ് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ. വെൻ എ ലൈറ്റ് ട്രാവൽസ് ത്രൂ എ സിംഗിൾ മീഡിയം, ദി പാത്ത് ഓഫ് ദി ലൈറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് അത് നമ്മൾ ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു വെളിച്ചത്തിന് ഞാൻ എന്ത് പറഞ്ഞു? 2 മീഡിയത്തിലൂടെ കടന്നു പോകുന്നു പറഞ്ഞല്ലോ. ഇവിടെയും എയർ, ഇവിടെയും എയർ. അതായത് 2 മീഡിയം, 2 മാധ്യമം സെയിം ആണെങ്കിൽ ഇങ്ങനെ വരുന്ന വെളിച്ചം എങ്ങനെ പോവും? ഇങ്ങനെ തന്നെ പോവും. അതായത് അതിന്റെ വഴി എന്ത് ചെയ്യില്ല? ചരിഞ്ഞു പോവില്ല. ഇനി രണ്ടാമത്തെ നോക്കിക്കോ. വെൻ എ ലൈറ്റ് റേ അണ്ടർഗോ ഡീവിയേഷൻ അറ്റ് ദി സർഫേസ് ഓഫ് സെപ്പറേഷൻ വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി ഫ്രം വൺ മീഡിയം ടു അനദർ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കേസ് തന്നെ. അതായത് എന്താണ് ഒരു പ്രകാശകിരണം അല്ലെ പ്രകാശരശ്മി എന്താണ് ചരിഞ്ഞിട്ട് എന്തിനാണ് പ്രവേശിക്കുകയാണെങ്കിൽ, മാധ്യമത്തിന് ചരിഞ്ഞിട്ടാണ് പ്രവേശിക്കുന്നത് എങ്കിൽ എന്താണ് അതിന് ദിശാവ്യതിയാനം സംഭവിക്കും. അതായത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞിട്ട് ഇത് ചരിഞ്ഞിട്ട് വരുന്നത് എന്താണ്? ഇവിടെ ആരാണ്? ഇവിടെ എയറും ഇവിടെ ആരും ആവണം, ഇവിടെ വാട്ടറും ആണെങ്കിൽ നേരെ പോകേണ്ട ആൾ എന്ത് ചെയ്യും? ചരിഞ്ഞു പോകും. ചരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏത് 2 സൈഡിലേക്കും ചരിയാന്നുള്ള കേസ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ പറയാത്തത്. ഇനി മൂന്നാമത്തെ കേസ് എന്താണ്? ദർ വിൽ ബി നോ ഡീവിയേഷൻ ഓഫ് ദി പാത്ത് ഓഫ് ദി ലൈറ്റ് റേ ഇൻസിഡന്റ് നോർമലി. അതായത് എന്താണ്? ഇങ്ങനെ ഇവിടെ ചെറുതായിട്ട് വരയ്ക്കുക. നോർമലായിട്ട് വരുന്ന ലൈറ്റിന് എന്താണ് ഒരു മാറ്റം സംഭവിക്കില്ല.
ഇങ്ങനെ മൂന്ന് എളുപ്പമുള്ള കേസുകൾ മാത്രമാണ്. ഇത്രയും കാര്യങ്ങൾ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. 3 ചിത്രം അങ്ങ് വരച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പാഠത്തിന്റെ ഒരു ബേസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ട് കാരണം ഇത്ര എളുപ്പമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കവറാക്കാൻ പറ്റും. ഇനി നമുക്ക് നമുക്ക് ശരി എക്സാമ്പിൾ എടുക്കാം. നമ്മളൊരു ടോയ് കാർ എടുക്കാം. ടോയ് കാർ എന്ന് പറയുമ്പോൾ എന്താണ്, കളിപ്പാട്ടുണ്ടാവില്ല കാറ്. ഈ ടോയ് കാർ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇവിടുത്തെ സർഫേസിലൂടെ ഞാൻ എന്ത് ചെയ്തു, സ്പീഡിൽ ഉരുട്ടി വിട്ടു. ഇങ്ങനെ സ്പീഡിൽ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ സ്പീഡിൽ എന്ത് ചെയ്തു, ഓട്ടി വിട്ടു. ഇങ്ങനെ ഓട്ടി വിടുമ്പോൾ എന്താണ്, സ്പീഡിൽ ഓട്ടി വിടല്ലേ, ഓട്ടി വിടുമ്പോൾ അത് സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ് ആണെങ്കിൽ, ടൈലിലൂടെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കാർ എടുക്കുക അല്ലെങ്കിൽ ഒരു പെൻ എടുക്കുക, എന്തെങ്കിലും എടുക്കുക, ടൈലിലൂടെ എന്ത് ചെയ്യുക, ഒന്നാക്കി വെക്കുക. ഭയങ്കര വേഗത്തിൽ പോകുമല്ലോ. പക്ഷേ അതേ സാധനം എടുത്തിട്ട് ചരലിലൂടെയോ കുറച്ചുകൂടെ റഫായിട്ടുള്ള എന്തെങ്കിലും സർഫേസിലൂടെ, റഫായിട്ടുള്ള സർഫേസ് ചരലോ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെ റഫായിട്ടുള്ള സർഫേസിലൂടെ ആക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ വേഗം കുറയും. ഈ വേഗം കുറയുമ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം ഇവിടെ നോട്ടീസ് ചെയ്യാൻ പറ്റും. എന്തായിരിക്കും, വേഗം കുറയുന്നതിനനുസരിച്ച് ഈ കാറിൻ്റെ ഡയറക്ഷൻ, അത് ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും, അതും അവിടെ എന്ത് ചെയ്യും, ഒരു മാറ്റം സംഭവിക്കും. അപ്പോൾ ഇനി ആ കാറിന് പകരം നമ്മൾ എന്തെടുക്കുക, കാറിന് പകരം നമ്മൾ ആരെ വിചാരിക്കുക, കാറിന് പകരം നമ്മൾ സിമ്പിളായിട്ട് ആരെ വിചാരിക്കാൻ പറ്റും, വെളിച്ചത്തിനെ വിചാരിക്കാം. വെളിച്ചം എന്താണ്, ഒരു ഈ റഫും സ്മൂത്തും സർഫേസ് ഒക്കെ വിടും. കാറിന് പകരം വെളിച്ചത്തിന് വിചാരിക്കുക. വെളിച്ചം ഒരു സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ഭയങ്കര വേഗതയിൽ പോയിട്ട് പെട്ടെന്ന് അടുത്ത സ്ഥലത്തിലേക്ക് കയറുമ്പോൾ വേഗത മാറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ ദിശ വ്യതിയാനം സംഭവിക്കാം, അതിന്റെ പാത്തിന് വ്യത്യാസം സംഭവിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ വരച്ച ചിത്രം ഒന്ന് നോക്കിയേ, ഇവിടെ എയറും ഇവിടെ വാട്ടറും ആയിരുന്നെങ്കിൽ ഇങ്ങനെ വരുന്ന വെളിച്ചം നേരെ പോകേണ്ടതിന് പകരം എന്ത് ചെയ്യും, ചരിഞ്ഞു പോകുന്നു പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ഒരു റഫ് സർഫേസ് ആയിട്ട് വിചാരിക്കുക, ഇയാൾ സ്മൂത്ത് സർഫേസ് ആയിട്ട് വിചാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നേരെ തിരിച്ച് വിചാരിക്കുകയാണെങ്കിൽ ഈ സ്പീഡ് വരുന്ന ഒരാള് സ്പീഡ് കുറയുമ്പോൾ അയാൾ വഴി തെറ്റും, അല്ലെങ്കിൽ സൈഡിലേക്ക് ചരിഞ്ഞു. ആ രീതി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈറ്റിന്റെ കേസിലും ആരെന്നെയാണ്, കാറൊക്കെ വിട്ട് നമ്മൾ. അപ്പൊ ലൈറ്റിന്റെ കേസിൽ ആരെന്നെയാണ് മെയിൻ, സ്പീഡ് തന്നെയാണ് മെയിൻ. അപ്പോൾ ഈ ലൈറ്റിന്റെ ഓരോ മാധ്യമത്തിലൂടെ ലൈറ്റ് സഞ്ചരിക്കുമ്പോൾ അതിന്റെ വേഗത കാരണമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ദിശാ വ്യതിയാനം അല്ലെങ്കിൽ അതിന്റെ വഴിക്ക് അല്ലെങ്കിൽ അതിന്റെ പാത്തിന് എന്ത് ചെയ്യുന്നത്, ഒരു വേരിയേഷൻ അല്ലെങ്കിൽ ചേഞ്ച് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ചരിവ് അല്ലെങ്കിൽ ഈ പാത്തിന്റെ വേരിയേഷൻ സംഭവിച്ചത് എന്തുകൊണ്ടായിരിക്കും, ഈ രണ്ട് മാധ്യമത്തിലും എയറിലും വാട്ടറിലും എന്താ സംഭവം, എയറിലും വാട്ടറിലും ഈ വെളിച്ചത്തിന്റെ വേഗത സെയിം ആവരുത്. സെയിം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ഒരു പ്രോസസ്സ് നടക്കും. അതായത് രണ്ടിലും സെയിം ആണെങ്കിൽ എന്ത് ചെയ്യില്ല, ഒരു മാറ്റം സംഭവിക്കില്ല. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ആദ്യത്തെ പോയിന്റ് ആലോചിച്ച് നോക്കിയാൽ, ആദ്യത്തെ പോയിന്റ് എന്താണ്, ഒരേ മാധ്യമത്തിലൂടെയാണ് നമ്മളെ വെളിച്ചം കടന്നു പോകുന്നത് വെച്ചാൽ അതിന്റെ പാതയ്ക്ക് എന്ത് ചെയ്യില്ല, മാറ്റം സംഭവിക്കില്ല. അപ്പോൾ ഇവിടെ എയറിലൂടെ എങ്ങനെ വന്നു, എയറിന്റെ വേഗത ഞാൻ പറഞ്ഞുതരാം, പഠിക്കേണ്ടാവും, പിന്നെ പഠിക്കാം. 3×10⁸ ആണ്. ഈ 3×10⁸ തന്നെയാണ് എവിടെയും 3×10⁸ തന്നെയാണ് ഇവിടത്തെയും വേഗത. അപ്പൊ അതെന്ത് ചെയ്യും, ഒരു മാറ്റം സംഭവിക്കാതെ നേരെ അങ്ങ് പോകും. ഓക്കെ, അപ്പൊ വേഗതയ്ക്കുള്ള മാറ്റം കാരണമാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മളെ അതിന്റെ പാതയ്ക്കുള്ള എന്ത് ചെയ്യുന്നത്, വ്യത്യാസം സംഭവിക്കുന്നത്. ഓക്കെ ആണോ, ഇത്ര എളുപ്പമുള്ള കാര്യമല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് കോഡ് പഠിച്ചെടുക്കാൻ. കോഡ് പറഞ്ഞാൽ ഇപ്പൊ വേഗതന്റെ കാര്യം പറഞ്ഞല്ലോ, വേഗത ഞാൻ എന്ത് പറഞ്ഞു, എയറിൽ അല്ലെങ്കിൽ വായുവിൽ വേഗത 3×10⁸ ആണ്. പിന്നെ ആരൊക്കെ ഉണ്ട്, എയർ വാട്ടർ ഗ്ലാസ് ഡയമണ്ട്. അതായത് വായു, ജലം, ഗ്ലാസ്, വജ്രം. ഇങ്ങനെ നാല് ചെറിയ മീഡിയങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ പാഠത്തിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഈ 4 മീഡിയങ്ങളിലും വേഗതയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഈ വേഗതേന്റെ ഓർഡർ നമ്മൾ പഠിച്ചു വെക്കണം, എന്നാലും നമുക്ക് മനസ്സിലാവുള്ളൂ ഏത് ഭാഗത്തു നിന്ന് എങ്ങോട്ട് പോകുമ്പോഴാണ് അടുത്തേക്ക് പോകുന്നത്, ഏത് ഭാഗത്തു നിന്ന് എങ്ങോട്ട് പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ദൂരോട്ട് ലംബത്തുനിന്ന് അല്ലെങ്കിൽ നമ്മളെ നോർമലിലും ദൂരോട്ട് പോകുന്നത്. ഇതിനൊരു കോഡ് ഉണ്ട്, നമ്മളൊരു കോഡ് വെച്ചിട്ട് തന്നെ പഠിക്കും. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും രണ്ടാൾക്കും ഒരേ കോഡ് തന്നെയാണ്, ഒരു കോഡ് വെച്ചിട്ട് പഠിക്കും. ആ കോഡ് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഓർഡർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാണാണ്ട് പഠിച്ചാൽ നമ്മുടെ അടുത്ത് തെറ്റിപ്പോകും. കണ്ടോ, എൻ്റെ അടുത്ത് തന്നെ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ തെറ്റിപ്പോയി. അപ്പോൾ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ തെറ്റിപ്പോയി എന്നല്ല, ആ ഓർഡർ കറക്റ്റ് വേണം. എല്ലാ പേരുകളും ഓർത്ത് വെച്ചിട്ട് കാര്യമില്ല, ഓർഡർ കറക്റ്റ് വേണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ വേഗത്തിന്റെ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. വേഗത്തിന്റെ ഓർഡർ ചെയ്താൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രതേന്റെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓർഡർ ചെയ്താൻ പറ്റുള്ളൂ. അതുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഓർഡർ ചെയ്താൻ പറ്റുള്ളൂ. ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, നമ്മളെ വെളിച്ചം ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടാണോ ചരിയുന്നത്, അല്ലെങ്കിൽ നമ്മളെ വെളിച്ചം ഇങ്ങനെ വന്നിട്ട്
ഇങ്ങോട്ടാണോ പോകുന്നത്? ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ്, നമുക്ക് എന്ത് വേണം? ആ ഓർഡർ വേണം. ആ ഓർഡർ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് സുഖമായിട്ട് കോഡായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ.